Good evening to all. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ എക്സാം കഴിഞ്ഞു. നമ്മൾ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ജസ്റ്റ് ഒരു ആൻസർ കീ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കീ ആൻസർ കീ ജസ്റ്റ് ഡിസ്കസ് ചെയ്യൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് എനർജി shells of an atom? So valence shell of a carbon atom has 4 electrons, valence shell of copper 1 electron, valence shell of aluminium 3 electrons. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ വന്നിരിക്കുന്നത് 1 2 1 3 2 3 1 ആൻഡ് 1 2 3. ഏതാണ് വരിക? നമുക്ക് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ആൻസർ ഡി ആണ് നമ്മുടെ ആൻസർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഡി ആണ് നമ്മുടെ ആൻസർ വന്നത് അല്ലെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൽ നിന്നാണ്. ദ വോൾട്ടേജ് വി ക്യാൻ ഡിറൈവ്ഡ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻസ്. അപ്പൊ വോൾട്ടേജിന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇവിടെ വി ഈസ് ഈക്വൽ ടു ഇ എം എഫ് minus voltage drop, and V is the current into resistance, V is equal to power divided by current into power factor, V is equal to current by resistance. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് 1 and 2, 2 and 3, 1 2 3 and 1 2 3 4. നമുക്ക് എല്ലാം അറിയാം. ഓംസ് ലോഡ് വെച്ചിട്ട് നമുക്കറിയാം വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് അതാണ് അറിയാൻ കഴിയുന്നത് അല്ലേ. പിന്നെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഇ എം എഫ് ജനറേറ്റഡ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ്. വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. പിന്നെ പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ, ഒരു പവറിന്റെ ഇക്വേഷൻ, പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ കോസ് ഫൈ എന്ന് പറയുന്ന ഇക്വേഷനും അറിയാം. സോ ഈ ഒരു 3 ഇക്വേഷൻസിന്റെ കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. സോ സി ഇസ് ദ ആൻസർ. 1 2 and 3 will be the option for the question number 2. And next വരുന്നത് match the following as per effect of electric current. ആസ് പെർ ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ? കെമിക്കൽ എഫക്റ്റ് ഉണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റ്. ആൻഡ് പാർട്ട് ബിയിൽ നമുക്ക് വരുന്നത് ബാറ്ററി ചാർജിങ്, നിയോൺ ലാമ്പ് ആൻഡ് ടങ്സ്റ്റൺ ഫിലമെന്റ് ലാംപ്സ്. അപ്പോൾ കെമിക്കൽ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ബാറ്ററിയാണ് വരിക. ഹീറ്റിംഗ് എഫക്റ്റ് എന്താണ്? ചൂട്, I²R, ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് വരുന്നത്. ആൻഡ് ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റ് ഈസ് നമുക്കറിയാം ലാംപ്സിന്റെ ഒക്കെയാണ് അല്ലെ, 2. സോ 1 to 1 നമുക്ക് ഓപ്ഷൻസ് വരുന്നത് 1 to 1 വരുന്നത് 1 1 then B 2 3 2 and 3. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് which of the following statement is or are correct regarding risk of fire during cable connection and termination? നമ്മുടെ മെറ്റീരിയൽ വയറിംഗിനെ പറ്റിയൊക്കെയുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ദ ഇൻസുലേഷൻ ഈസ് കട്ട് ബാക്ക് ടു ഫാർ, ദ കപ്പാസിറ്റി ഓഫ് ദ പ്ലഗ് ഈസ് ഇൻഅഡിക്വേറ്റ് ആൻഡ് കണക്ഷൻസ് ആർ ടു ടൈറ്റ്. അപ്പൊ നമുക്കറിയാം ഇത് നമുക്ക് 3 കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ നമ്പർ എ ആണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. 1 2 and 3 3 ടേം തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ ആൻസർ വിൽ ബി എ ആണ് നമുക്ക് പറയാൻ പറ്റുക. And which of the following statement is correct regarding voltage grading of cable? അപ്പോൾ നമ്മുടെ കേബിൾസിന്റെ ഗ്രേഡിങ്ങിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ കേബിൾസിന്റെ ഗ്രേഡിംഗ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 to 250 വോൾട്ട്, മീഡിയം വോൾട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 250 to 1500, ആൻഡ് ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 1500 to 33 kV വരും, 33,000 അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ വരിക 1 2 and 3 3 കറക്റ്റ് ആണ്. സോ നമുക്ക് ബി നമുക്ക് കറപ്പിക്കാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സോൾഡറിംഗ്. സോൾഡറിംഗിൽ നിന്നാണ്. സോൾഡറിംഗ് ഓൾവേസ് ഇൻവോൾവ് ദ യൂസ് ഓഫ് പ്രഷർ ഡ്യൂറിംഗ് ദ പ്രോസസ്. ഉണ്ടോ പ്രഷർ? ഉണ്ടോ? ഇല്ല, ഒരിക്കലും നമ്മൾ പ്രഷർ യൂസ് ചെയ്യുന്നില്ല. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് lead free solder is typically lower than of lead based solder, and flux is used to clean the surface and prevent oxidation during the soldering. Okay. In soldering, components are bonded using a molten filler element. Okay, അതും ഓക്കെ ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് കറപ്പിക്കാൻ സാധിക്കും. സോ ഓപ്ഷൻ ബി ആണ്. ദാറ്റ് മീൻസ് തേർഡ് ആൻഡ് ഫോർത്ത് പോയിന്റ്സ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു. സോ പോയിന്റ്സ് ആയിരുന്നു. സോ വി ക്യാൻ ബബിൾ ദ ഓപ്ഷൻ നമ്പർ ബി. And next one is identify the correct statement about KVL.
KVL നമുക്കറിയാം. KVL state that sum of the current entering അല്ല. KVL apply to only DC circuits and not AC circuit അല്ല. KVL state that the sum of all voltage drop around the closed loop equal to 0. Okay, that's fine. Then KVL is valid only for circuit containing resistors. അതും അല്ല. സോ നമുക്ക് ഓപ്ഷൻ പറയാൻ പറ്റുന്ന A, only 3 അല്ലേ? only 3 എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ 1 അവിടെ പറഞ്ഞിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ നമ്പർ A ആണ് 7th ആൻസർ ആയിട്ട് വരിക. And next one is identify the correct statement about the law of resistance. Law of resistance enna nokalo. Resistance is directly proportional to the square of the current. Alla. Resistance of the conductor increase in the length of decrease. Alla. നമുക്ക് resistance depends on the material, length and cross-sectional area of the conductor. Resistance is not the temperature. So നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് C ആണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് വിളിക്കുന്നത്. സോ എട്ടാമത്തെ ആൻസർ വരുന്നത് C ആണ് ആൻസർ വരിക. Next, identify the correct statements about the Wheatstone's bridge. Wheatstone's bridge എന്ന് നമുക്കറിയാം. ബ്രിഡ്ജിന്റെ ഒക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ? അപ്പൊ ബ്രിഡ്ജിൽ എന്തൊക്കെയാ? The bridge is balanced when no current flow through the galvanometer. The bridge is balanced when the ratio of the resistance is in one arm equal to the ratio in the other arm. The Wheatstone's bridge is used to measure unknown resistance with high precision, and the Wheatstone's bridge works based on Kirchhoff voltage and current law. അപ്പോൾ നമുക്ക് ഇതിൽ 9th ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് വീസ്റ്റേൺസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പോയിന്റ്സ് ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് 4th D നമുക്ക് കറപ്പിക്കാം. 1, 2, 3 and 4 4 നമുക്ക് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ D നമുക്ക് ബബിൾ ചെയ്യാം. സോ 9th ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് D. And next one, select the correct statement about the relationship between the current and resistance. Okay. Voltage, current and resistance ആണ് ഇവിടെ പറഞ്ഞിരിക്കുക. Okay, when the resistance increase, the current increase. If the voltage remains constant, voltage is equal to the product of current and resistance. Current is inversely proportional to the constant resistance. Ohm's law shows that current increase with the resistance at constant voltage. അപ്പോൾ ഏതായിരിക്കും വരിക? നമുക്ക് ആകെ പറയാൻ പറ്റുന്ന voltage is equal to I into R ആണ് അല്ലെ? I into R ആണ്. സോ ഓപ്ഷൻ നമ്പർ 1 10 വരുന്ന 10A ആണ് നമുക്ക് 10A ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്ന പോയിന്റ്. And next one is select the term represents the technique used to control the corrosion of a metal surface by making it as cathode of an electrochemical cell. Okay, അപ്പോൾ ഒരു 1 word ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ ടേം. നമുക്കൊരു 1 word ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ് പ്രൊട്ടക്ഷൻ. CP എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ ബിയിലുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. കാഥോഡ് പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ആൻസർ. And the next one is electrolysis-നെ പറ്റിയുള്ളൊരു ചോദ്യമായിരുന്നു 12th question. According to Faraday's first law of electrolysis, the mass of ions liberated at any electrode during the electrolysis is dash. എന്താ വരിക? നമ്മൾ കുറെ നോക്കിയിട്ടുള്ളതാണ്. പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലെ? B ആണ് നമുക്ക് 12ന്റെ C ആണ് നമുക്ക് പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. C ആണ് ആൻസർ വരിക. പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. C ആണ് ആൻസർ വരിക. ഓക്കെ. And 13th question, what is the approximate value of electrochemical equivalent of silver at milligram per coulomb? Milligram per coulomb ECE electrochemical equivalent ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1 point something ആയിരുന്നു. സോ ആൻസർ എനിക്ക് തോന്നുന്നു D ആണ് വരുന്നത് തോന്നുന്നു. നൺ ഓഫ് ദ അപ്പോൾ നമുക്ക് കറപ്പിക്കാം. 1 point something ആണ് അതിന്റെ വാല്യൂ വരുന്നത്. choose the rechargeable cell from the following. ഏതാണ് റീചാർജബിൾ ബാറ്ററി എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഏതാണ്? കാർബൺ, സിങ്ക്, മെർക്കുറി സെൽ, ലിഥിയം പ്രൈമറി സെൽ ആൻഡ് നിക്കൽ കാഡ്മിയം. ഏതാണ്? നിക്കൽ കാഡ്മിയം. B നമ്മുടെ B ആണ് റീചാർജബിൾ ബാറ്ററി ആയിട്ട് വരുന്നത്. And 15th one is, which type of positive plate inside the lead acid battery is made by pure lead at the beginning and changed to lead peroxide by the process of repeated charging and discharging? Which type of positive plate? Okay, ഒരു പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഏത് ടൈപ്പ് പോസിറ്റീവ് പ്ലേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
അപ്പൊ ഇതിന്റെ ചോദ്യം ആൻസർ വരുന്നത് ബി. ആൻസർ വരുന്നത് പ്ലാന്റ് പ്ലേറ്റ് എന്ന് പറയുന്ന ബി ഓപ്ഷൻ ആണ് 15th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് ബബിൾ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെൻ സെൽ ഈസ് ഫുള്ളി ചാർജ്ഡ് ഇറ്റ് ഫ്രീലി ഗീവ്സ് ഓഫ് ഹൈഡ്രജൻ അറ്റ് കാഥോഡ് ആൻഡ് ഓക്സിജൻ അറ്റ് ദ ആനോഡ്. ദ പ്രോസസ് ബീങ് നോൺ ആസ് എന്താണ് വരിക? ഗ്യാസിംഗ് എന്നാണ് നമുക്ക് ആൻസർ പറയാൻ പറ്റുക. ഗ്യാസിംഗ് ആണ് നമുക്ക് ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. Which of the following inspection is not done before charging battery? And പറയുന്ന ampere weight of the electrolyte, specific gravity of the electrolyte, voltage of the cell of the battery, ampere hour capacity of each cell. Ampere hour D ആണ് നമുക്ക് ആൻസർ വരിക. 17th ആൻസർ will be D. And what type of charging method is used if the available supply is high voltage DC 220 volt, 110 volt, etc. ഏതായിരിക്കും യൂസ് ചെയ്യുക? ആൻഡ് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് അല്ലെ, ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. And which one of the following is not a defect of lead acid battery? Not a defect. ഏതാ പറയാൻ സാധിക്കുന്നത്? നമുക്ക് ബി ബക്ലിംഗ് ഓഫ് പ്ലേറ്റ്സ് ആണ്. ബക്ലിംഗ് ഓഫ് പ്ലേറ്റ്സ് ആണ് നമുക്ക് ഒരു lead ആസിഡിന്റെ അല്ല എന്ന് പറയാൻ പറ്റുന്ന പോയിന്റ്. ആൻഡ് സോറി ബി. And next one is what is the main difference between nickel ion cell and nickel cadmium cell? Nickel ion ഏതായിരിക്കും? രണ്ടിന്റെ എന്താ നെഗറ്റീവ് പ്ലേറ്റ്സിന്റെ ഡിഫറൻസ് ആണ്. ഈ രണ്ട് സെല്ലിനുള്ള നെഗറ്റീവ് പ്ലേറ്റിന്റെ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി മെഷീൻസിലോട്ട് നമുക്ക് കിടക്കാം. വിച്ച് വൈൻഡിങ് ഓഫ് എ DC machine carries alternating current only? Alternating current മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഏതായിരിക്കും? ആർമേച്ചർ ആണ് അല്ലെ. ആർമേച്ചർ വൈൻഡിങ് ആണ് അത് മാത്രം ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് which among the following which one is not part of DC generator? ഏതാണ്? ഇന്റർപോൾ, പോൾഷു, ആർമേച്ചർ ഇതെല്ലാം ഉണ്ട് എൻട്രിങ് ഇൻഡക്ഷൻ മെഷീൻ ആണ് വരുന്നത്. സോ സി ആണ് നമുക്ക് ആൻസർ വരിക. Why is the armature of the DC generator made up of laminate high grade steel? Basically ഇതിനകത്ത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് to reduce hysteresis loss and eddy current loss, to reduce hysteresis loss and frictional ആയിരിക്കും, to reduce eddy current loss and frictional loss and windage loss. ബേസിക്കലി ലാമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് അറിയാം, എഡ്ഡി കറണ്ട് ആണ് പറയാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുന്നത് നമുക്ക് ടു റെഡ്യൂസ് ദ ഹിസ്റ്ററീസ് ആൻഡ് എഡ്ഡി കറണ്ട് ലോസ്. ഫ്രിക്ഷണൽ ലോസസ് ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. സോ നമുക്ക് എ ആണ് നമുക്ക് പറയാൻ പറ്റുക, ടു റെഡ്യൂസ് ഹിസ്റ്ററീസ് ആൻഡ് എഡ്ഡി കറണ്ട് ലോസ്. The periphery of a armature divided by number of poles of DC generator is called dash. That is the distance between two adjacent poles. ന്റെ എന്തായിരിക്കും? പോൾ പിച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ട് പോളുകൾ തമ്മിൽ ഡിഫറൻസ്. Among the following, which condition is not required for build-up of voltage in a DC generator? ഏതാണ്? ആവശ്യമില്ലാത്തതാണ്. കണ്ടീഷൻ നോട്ട് റിക്വയർഡ് ആണ്. സോ DC ജനറേറ്റർ ആകുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? റെസിഡ്വൽ മാഗ്നറ്റിസം വലിയ ആവശ്യമൊന്നുള്ള കേസല്ല. സോ ദർ മസ്റ്റ് ബി റെസിഡ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന വലിയ ആവശ്യമുള്ള കേസല്ല. സോ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. And 26, which type of DC generator shows rising voltage characteristics with an increase in load? Load increase ചെയ്യുമ്പോൾ വോൾട്ട് കറണ്ട് എന്താ റൈസ് ഇൻ വോൾട്ടേജ് അല്ലേ. വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഏതാണ്? സീരീസ് ജനറേറ്റർ ആണ്. ഓക്കെ, സീരീസ് ജനറേറ്റർ ആണ്. ലോഡ് കൂടുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ വേരിയേഷൻ കാണിക്കുന്നത്. സി. ഹൗ ക്യാൻ യു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ ഷണ്ട് മോട്ടർ? ഷണ്ട് മോട്ടറിന്റെ സ്പീഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ വരുന്നത് ബൈ റെഡ്യൂസിങ് ഫ്ലെക്സ് ആണ് നമുക്ക് സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഫോർ DC ഷണ്ട് മോട്ടർ. വിച്ച് ടൈപ്പ് ഓഫ് DC മോട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് കോൺസ്റ്റന്റ് സ്പീഡ് ലൈൻ ഷാഫ്റ്റിംഗ്? കോൺസ്റ്റന്റ് സ്പീഡ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർക്കേണ്ടത് എന്താണ്? ഇവൻ DC ഷണ്ട് മോട്ടർ. സോ 28th ആൻസർ DC ഷണ്ട് മോട്ടർ ആണ് ആൻസർ വരിക. വിച്ച് ടൈപ്പ് ഓഫ് DC മോട്ടർ സ്റ്റാർട്ടർ ഹാസ് എ പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ ഉള്ളത് ഏതിനാ? 4-point സ്റ്റാർട്ടർ. നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റേഴ്സ് ഒക്കെ ഉള്ളത് 4-point സ്റ്റാർട്ടേഴ്സിനാണ്. ആൻഡ് ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ഫോർ, ഒരിക്കലും നമുക്ക് ഇൻഡക്ഷനിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ബേസിക്കലി അതെന്ന് പറയുന്നത് DC മെഷീനിന്റെ ഓപ്പറേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. സോ ഡിറ്റർമൈൻ ദ ഡിറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC മോട്ടർ. സോ DC മോട്ടറിന് വേണ്ടിയാണ്. സിങ്ക്രോണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീനിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂല.
What is the purpose of flexible cord in domestic wiring? Domestic wiring il endina flexible cord connection connection of transportable appliances. നമ്മുടെ സാധാ അപ്ലയൻസസിലോട്ടുള്ള കണക്ഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലെക്സിബിൾ കോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. How many two-way switches are required in go-down wiring circuit to control 4 lamps? അപ്പോൾ go-down wiringൽ 4 ലാമ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എത്ര സ്വിച്ചസ് വേണമെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് പറയാൻ സാധിക്കുന്നത് 4 സ്വിച്ചസ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, സോ 4 സ്വിച്ചസ് ആണ് നമുക്ക് 4 ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേണ്ടത്. Where the ironclad double pole main switch is used. Whether the ironclad double pole ICDP main switch is used. എവിടെയാണ്? ആൻസർ വിൽ ബി സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ. ഒരു ലോ പവർ ആയിട്ടുള്ള സിംഗിൾ ഫേസ് കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ ICDP എന്ന് പറയുന്ന സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ ലോഡ് ഫോർ എ പവർ സബ് സർക്യൂട്ട്? പവർ സബ് സർക്യൂട്ട് ആസ് പെർ IE റൂൾസ് എത്രയാണ്? 3000 വാട്ട്സ് ആണ് നമുക്ക് വരിക. 3000 വാട്ട്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. And 35th question is, what is the reason for supplying AC to the electrodes for measuring the earth resistance? Earth resistance measure ചെയ്യുമ്പോൾ AC കൊടുക്കുന്നത് എന്തിനാണെന്നാണ്? To avoid the effect of electrolytic EMF interference. ഒരു ബാക്ക് EMF അല്ലെങ്കിൽ ഒരു EMF interference ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു AC നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. സോ ആൻസർ വിൽ ബി D. And 36, which electrical accessory belongs to general classification of accessories? Belongs to general classification of accessories. General classification is the sealing roses, and B ആണ് ഓപ്ഷൻ വരുന്നത്. ജനറൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് നമുക്ക് സീലിംഗ് റോസസ് ആണ് ആൻസർ ആയിട്ട് വരിക. And what is the expansion of ECC? ECC 37 അല്ലേ? 37. Okay. Earth Continuity Conductor. Earth Continuity Conductor ആണ് ECCന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. And next one, 37 and 38. Which material is coated in tungsten electrode of a fluorescent tube lamp? Which material is coated? ഏതാണ്? ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ആണ്, ഓക്സൈഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ D ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സോ 38ന്റെ D. And what is the function of leak transformer in high pressure sodium vapor lamp circuit? Function of leak transformer. Transformer എന്ന് പറയുമ്പോൾ എന്താ, എപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലേ? സോ ആൻസർ വിൽ ബി ഇഗ്നൈറ്റ് ദ ഹൈ വോൾട്ടേജ് ഇനീഷ്യലി ഒരു പൾസ് കൊടുക്കാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഇസ് ദ കോൾഡ് കാഥോഡ് ലാമ്പ്? വിച്ച് ഇസ് കോൾഡ് കാഥോഡ് ലാമ്പ് ഏതായിരിക്കും? നിയോൺ സൈൻ ലാമ്പ് ആണ് നമ്മുടെ ഒരു കോൾഡ് കാഥോഡ് ലാമ്പ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് A. And 41, from the given options, choose the unit of magnetic flux. ഇതിൽ നിന്ന് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഏതാ? വോൾട്ട് സെക്കൻഡ് ആണ് വരുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വോൾട്ട് സെക്കൻഡ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് എ ഫോഴ്സ് കമ്മിങ് ഫ്രം എ മാഗ്നറ്റ് cannot intersect. ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല. See, and magnetic material used in permanent magnet is hardened steel ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ hardened കാരണം അതിന്റെ പ്രോപ്പർട്ടീസ് കാണും, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണും. ഒരു D എന്ന് പറയുന്ന hardened സ്റ്റീലൊക്കെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റിൽ യൂസ് ചെയ്യുന്നത്. Which of the following rules is used to determine the direction of rotation of electric motor? Electric motor ആണ്. So Fleming's left hand rule. 44 അല്ലേ? 44. Next, 45. Yeah. The energy stored in magnetic field of a solenoid of 100 centimeter long and 10 by 5 centimeter diameter with 1000 turns of wire carrying a current of 10 ampere is. So energy stored in a inductor ആണ് അല്ലെ? ഹാഫ് LI സ്ക്വയർ ആണ്. സോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. സോ ഹാഫ് LI സ്ക്വയർ ആണ് ഈ തന്നിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസും ലെങ്ത്തും ഡയമീറ്ററും ഒക്കെ നമുക്ക് L കണ്ടെടുത്തണം. ദെൻ I തന്നിട്ടുണ്ട്, ഹാഫ് LI സ്ക്വയർ ചെയ്യണം. ഹാഫ് LI സ്ക്വയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി 0.5 joules. D ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ആൻഡ് വിച്ച് ഓഫ് ദീസ് കനോട്ട് സ്റ്റോർ എനർജി? എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റിയത് ഒറ്റ സാധനമുള്ളൂ, റെസിസ്റ്റർ. ഇവന് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റൂല. And the permeability of a material is 0.997. It is a dash material. ഏതാണ്? Diamagnetic. Answer will be A, diamagnetic.
and 5 equal capacitors are connected in series. The resultant capacitance is 4 microfarad. When these capacitors are connected in parallel and charged to 400 volt DC, total energy stored. അപ്പോൾ എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റർ ആണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി, നമ്മൾ അറിയാം എൻ്റെ ഹാഫ് സി വി സ്ക്വയർ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. സോ ആൻസർ വിൽ ബി ടി, 8 ജൂൾ ആണ് ആൻസർ വരിക. 8 ജൂൾ ആണ് ആൻസർ ആയിട്ട് വരിക. Two parallel wires is separated by a distance d are carrying a current I in the same direction. The magnetic field along a line running parallel to these wires are midway between them. Dependent on one is 0, depend on d, depends upon the permeability of the medium between the wires. അപ്പോൾ രണ്ടെണ്ണം ഒരേ ഡയറക്ഷനിൽ പാരലൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്, കറണ്ട് സെയിം ഡയറക്ഷനിൽ പോകുന്നു. അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡ് വേയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയായിരിക്കും? ഈക്വൽ ആണെങ്കിൽ എല്ലാം ഈക്വൽ ആണ്. ഇറ്റ് ബി 0, ഓപ്ഷൻ വിൽ ബി ബി. The area of hysteresis loop is a measure of area of hysteresis loop എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഒക്കെ പഠിച്ച എനർജി ലോസ് അല്ലേ, ടി. എനർജി ലോസ് ആണ് പെർ സൈക്കിൾ, മാഗ്നറ്റൈസേഷന്റെയും ഡിമാഗ്നറ്റൈസേഷന്റെയും സമയത്തുള്ള ലോസസ് ആണ് നമുക്ക് കിട്ടുന്നത്. And the question number 51, the average value of a sinusoidal alternating current in a circuit is found to be 10 ampere. The maximum value of current, average value തന്നിട്ടുണ്ട് അല്ലെ, സൈൻ വേവ് ആണ്, ആവറേജ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വാല്യൂ കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തുക? നമുക്ക് ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, നമുക്ക് എഴുതാൻ സാധിക്കും. 15.7 ആംപിയർ, ബി വിൽ ബി ദ ആൻസർ. 15.7 ആംപിയർ, B ആണ് ആൻസർ വരിക. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 52, the value of each resistor in a delta network that is equivalent to a star network consisting of 3 equal resistors of value R ohm is dash ohm. ഏതാണ് വരിക? D, 3R ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക, 3R. The flux through each turn of 1000 turns coil is T raised to 3 minus 2T milliweber, where T is the seconds. Find the magnitude of induced EMF of T seconds. Integrate ചെയ്യുക, number of turns വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. വളരെ സിമ്പിൾ. സോ ആൻസർ വിൽ ബി ബി, 10 വോൾട്ട് ആണ് നമുക്ക് ആൻസർ വരിക. ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള 10 വോൾട്ട്. The north pole of a magnet is moved away from a metallic ring. The induced current in the ring flows. North pole of a magnet is moved away from a metallic ring. The induced current current ring flows in the direction ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 54ന്റെ ആൻസർ വരിക ക്ലോക്ക് വൈസ്. ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്, ക്ലോക്ക് വൈസ് ആണ് ആൻസർ. Which of the following incandescent lamp will have a maximum resistance? ഏതാണ് പവർ കുറഞ്ഞിരിക്കുന്നതിന് മാക്സിമം resistance? That means 25 watt bulb ആണ്, സി ആണ് ആൻസർ വരിക. The principle of dynamically induced EMF is utilized in ഏതിനകത്തായിരിക്കും? Principle of dynamically induced EMF, dynamically conduct a moving generator, സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. The lamp of 100 watt at rated voltage of 200 volt is supplied by a source of 100 volt. It will be equivalent to a lamp of, എന്തുവരും ആൻസർ വരുന്നത്? നമുക്ക് ചോദ്യം വന്നിരിക്കുന്ന ലാമ്പ് ഓഫ് 100 വാട്ട് ആണ്, റേറ്റഡ് വോൾട്ടേജ് 200 വോൾട്ട് ആണ്, ഈ സപ്ലൈഡ് ബൈ എ സോഴ്സ് ഓഫ് 100 വോൾട്ട്. അപ്പൊ ഇക്വലന്റ് ഇറ്റ് വിൽ ബി ഇക്വലന്റ് ടു എ ലാമ്പ് ഓഫ്, അപ്പൊ ആ ഒരു ലാമ്പ് ഏതിന് ഇക്വലന്റ് ആയിരിക്കുന്നതാണ് ചോദ്യം. സോ ആൻസർ വരുന്നത് ഡി, 50 വാട്ട് ആണ് ആൻസർ വരിക. For an alternating quantity, the form factor is defined as, form factor എന്ന് പറയുന്നത് average, RMS by mean value. RMS by mean value, A ആണ് ആൻസർ വരിക. The instantaneous value of alternating current in a circuit is expressed in I is equal to 50 sin 360t, where t is the time in seconds. The frequency of alternating current എന്ന് പറയുന്നത് നമ്മൾ 50 sin omega t ആണ്, അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 360/2π ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. The polar form of 12 angle 30 degree can be represented in the rectangular form as, so 12 angle 30 degree നമ്മൾ റെക്ടാംഗുലർ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.4 plus j6, 10.4 plus j6 ആണ് നമുക്ക് കിട്ടുക. ഡി ആണ് ആൻസർ വരുന്നത്. When temperature increases, the energy gap in a semiconductor എന്തായിരിക്കും വരിക? ബി, ഡിക്രീസ് ആണ് വരുന്നത്, ഡിക്രീസ്.
The release light energy in a LED is depending on the reverse bias അല്ല, intensity of incident അല്ല, usually it is made from silicon material അല്ല, the recombination of holes and electrons recombinations. D ആണ് 62 വരുന്നത്. 63. Peak inverse voltage of each diode in a center tapped full wave rectifier is എന്തായിരിക്കും വരിക? 2 VM ആണ് വരുന്നത് അല്ലെ. പീക്ക് ഇൻവേഴ്സ് PIV എന്ന് പറയുന്നത് 2 വോൾട്ടേജ് VM ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രിഡ്ജിലോട്ട് പോകുന്നത്. When does the Zener diode begins to conduct in reverse biased conditions? Zener diode എപ്പോഴാണ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ പോകുന്നത്? The voltage across it reaches Zener voltage. Zener വോൾട്ടേജിൽ എത്തുമ്പോഴാണ് ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗണിലോട്ട് പോകുന്നത്. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് പിഞ്ച് ഓഫ് വോൾട്ടേജ്? പിഞ്ച് ഓഫ് വോൾട്ടേജ് കറണ്ട് കോൺസ്റ്റന്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ബിക്കം 0, വിഡ്ത്ത് ഓഫ് ദ ചാനൽ ഹാസ് മാക്സിമം വാല്യൂ, നോ ഡിപ്ലീഷൻ റീജിയൻ എക്സിസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഡ്രെയിൻ കറണ്ട് ബിക്കം 0, ബിക്കം കോൺസ്റ്റന്റ് എന്നാണ് പറയാൻ സാധിക്കുക. സോ നമുക്ക് തൽക്കാലം ബി നമുക്ക് കൽപ്പിക്കാം. Which is the 3-terminal negative voltage regulator IC? 3-terminal voltage regulator ആണ് IC 7905 ആണ് നമുക്ക് ആൻസർ അറിയാവുന്നത്. 790A ആണ് ആൻസർ വരുന്നത്. Which logic gate has the following truth table? 000, 010, 100, 111. ഏതാണ്? AND line. So AND ആണ്. D ആണ് ആൻസർ വരുന്നത്. What is the effect if SCR is latched into conduction and gate pulse is removed? സംഭവം കണ്ടക്ട് ചെയ്തു, അങ്ങനെ ആകുമ്പോൾ കറണ്ട് നമ്മുടെ VIK എടുത്ത് നോക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇമ്മീഡിയറ്റ് റൈസ് ദ ഔട്ട്പുട്ട് കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. D ആണ് ഓപ്ഷൻ വരുന്നത്. In a full wave bridge rectifier, the load current in each of the diode flows for. In a full wave bridge rectifier, the load current in each of the diode flows for half cycle of input AC voltage. Half cycle. P ആണ് ആൻസർ വരുന്നത്. What is the criteria to decide a material as conductor, semiconductor and insulator? എന്താ? വാലൻസിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ, വാലൻസ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ ദ ആറ്റം, അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. Which of the following statement is or correct regarding the energy conversion in rotating electrical machine? ഏതാണ്? During the energy conversion out of total input energy, some energy is converted into required form, some energy is stored in the stored and rest is dissipated. During the energy conversion out of the total input energy, some energy is converted into required form and rest is dissipated. And reaction of coupling field on electrical mechanical system is essential for the energy conversion. So നമുക്ക് ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെച്ചു എന്ന് പറയാൻ സാധിക്കത്തില്ല, നേരെ മറിച്ച് ഡെസിപ്പേറ്റ് ചെയ്തു. സോ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നത് 2 ഉം 3ഉം. ഓപ്ഷൻ സി ആണ്. സി ആണ് നമുക്ക് ആൻസർ വരിക. കുറച്ച് യൂട്ടിലൈസ് ചെയ്യും, കുറച്ച് ഡെസിപ്പേറ്റ് ചെയ്ത് കളയും, പിന്നെ കപ്ലിംഗ് എന്തായാലും വേണ്ടി വരും. സോ സി ആണ് ആൻസർ വരുന്നത്. Which of the following statement is or are true about the armature winding of an alternator? For a full pitched winding, coil span is 360 degree ആണോ? Distributed winding diminishes our armature reaction and armature reactance. Star or delta connection suppress triple and harmonics across the line. ഒരിക്കലും ട്രിപ്പിൾ ആൻഡ് ഹാർമോണിക്സ് സ്റ്റാർ കളത്തിൽ അവിടെ ഹാർമോണിക്സ് കാണും. 360 ഡിഗ്രി അല്ല, 180 ഡിഗ്രി ആണ്. സോ ഓപ്ഷൻ വരുന്നത് നമുക്ക് 72ന്റെ ഓപ്ഷൻ വരിക 2 only ആണ് നമുക്ക് ആൻസർ വരാൻ പറ്റുന്നത്. സോ സി ആണ് നമുക്ക് ആൻസർ വരുന്നത്, സി. And consider the following test result obtained by determining the regulations by EMF method of a 2 kV single phase alternator delivering a current of 200 amps at 0.8 power factor leading. Test result, full load current of a 200 ampere is produced on short circuit by a field excitation of 5 ampere and the EMF is 600 volt. Is produced on open circuit by same field current. The value of synchronous impedance. നമ്മുടെ സിങ്ക്രണസ് ഇംപെഡൻസ് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മുടെ ചോദ്യം. പാരാമീറ്റേഴ്സ് 2 kV ആണ്, ഓൾട്ടർനേറ്ററിന്റെ ഡെലിവറിംഗ് കറണ്ട് 200 amps, 0.8 പവർ ഫാക്ടർ ആണ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ സിങ്ക്രണസ് ഇംപെഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് 73യുടെ ആൻസർ വരുന്ന 3 ohm ആണ് നമുക്ക് ആൻസർ വരിക. 3 ohm ആണ് ആൻസർ വരിക.
And 74, if the excitation of an alternator changes during parallel operation, then it will affect എന്തിനായിരിക്കും അഫക്റ്റ് ചെയ്യുക? എക്സൈറ്റേഷൻ ചേഞ്ച് ആയാൽ പവർ ഫാക്ടറിനെയും പിന്നെ KVA റിയാക്റ്റീവ് പവറിനെയും, ബി ആണ് നമുക്ക് ഓപ്ഷൻ വരിക. പവർ ഫാക്ടറിനെയും റിയാക്റ്റീവ് പവറിനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. AC സീരീസ് മോട്ടർ, യൂണിവേഴ്സൽ റിപ്പൽഷൻ ഷീൽഡ് പോൾ മോട്ടർ. ഏതാണ്? ബി ആണ്. ഇത് AC-യിലും DC-യിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ് നമ്മുടെ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. സോ ബി ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ദ സ്പീഡ് ഓഫ് റോട്ടർ ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റർ ഫീൽഡ് ഓഫ് എ 4-pole ഇൻഡക്ഷൻ മോട്ടർ വർക്കിംഗ് ഓൺ 50 Hz സപ്ലൈ ഹാവിംഗ് 4% സ്ലിപ്പ് ഈസ് RPM ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. RPM ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുണ്ട്, സ്ലിപ്പ് ഉണ്ട് 120f/p. നമുക്ക് സ്ലിപ്പ് അറിയാം, സിഗ്നൽ സ്പീഡ് പറയാം. സോ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാൻ സാധിക്കും. 676-ന്റെ ആൻസർ 60 RPM ആണ് നമുക്ക് വരുന്നത്. സോ ഡി ആണ് ആൻസർ വരുന്നത്. Which of the following statement is true about torque of induction motor? Maximum torque is directly proportional to square of the stator voltage. Maximum voltage is independent of rotor circuit resistance. The slip of at which maximum torque occurs is independent of rotor circuit resistance. So answer will be maximum torque is directly proportional to square of the voltage. Stator voltage correct ആണ്. And next വരുന്നത് maximum torque is independent of rotor resistance. That is also true. Third നമുക്ക് പറയാൻ പറ്റില്ല. So answer will be C. C ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. Choose the correct statements regarding single phasing of three-phase induction motor. Single phasing of three-phasing, അതായത് ഒരു ഫേസ് എടുത്ത് റിമൂവ് ചെയ്യുന്ന, ബ്രേക്ക് ആവുന്നതിനാണ് ബേസിക്കലി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഫേസ് മാത്രമേ കാണത്തുള്ളായിരിക്കും. ഇപ്പം മോട്ടർ കണ്ടിന്യൂസ് ടു റൺ ആസ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പ്രൊവൈഡഡ് ദാറ്റ് ദ ലോഡ് ഡസ് നോട്ട് എക്സീഡ് 57.7% of the normal rating. Then B, motor continues to operate with the same temperature ഒന്നും അഫക്ട് ചെയ്യത്തില്ല. Both A and B are correct. Only A is correct. നമുക്ക് D കറക്റ്റ് ചെയ്യാം. Only D is correct എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, D ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. Which among the following starting method is not used for a cage type induction motor? ഏതാണ്? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ് നമ്മൾ കേജിന് മറ്റേ സ്ക്വിറൽ കേജിന് യൂസ് ചെയ്യാറില്ല. സോ D ആണ് ആൻസർ വരുന്നത്. Identify the odd one from the following methods of speed control of a three-phase induction motor. Identify the following methods: speed control of three-phase induction motor, variation of applied voltage. C ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാൻ സാധിക്കുക. സോ 80th ആൻസർ C ആണ്, വേരിയേഷൻ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. And question number 81, consider the following statement: the efficiency of transformer is same at the same load at 0.8 power factor lag and 0.8 power factor lead. Efficiency of transformer രണ്ടും സെയിം ആയിരിക്കും. Power transformers are designed to have maximum efficiency at or near full load. ഓക്കെ, ഫുൾ ലോഡിലാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഡിസൈൻ ഫോർ ലോസ് ഇൻ ലോവർ അയൺ ലോസ്. അത് നമുക്ക് പറയാൻ സാധിക്കും. സോ 3 ടേംസും ശരിയാണ്. സോ ആൻസർ വിൽ ബി ഡി ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 81 and 82. The maximum efficiency of a 20 kVA 2000 bar 200 volt transformer occurs at 80% of full load. Then the ratio of full load copper loss to iron loss. അപ്പോൾ കോപ്പർ ലോസിന്റെയും അയൺ ലോസിന്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റിംഗ് എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് ഇക്വേഷൻസ് ഒക്കെ അറിയാവുന്നതാണ്. സോ 82ന്റെ ആൻസർ വരുന്നത് 16/25 ആണ്. 16/25 ആണ് നമുക്ക് റേഷ്യോ ആയിട്ട് വരുന്നത്. ബി ആണ് ആൻസർ. Identify the wrong statement from the options given below. For a given output, the voltage rating core transformer requires less iron but more conductor material as compared to the shell type transformer. In a transformer with concentric winding, low voltage winding is placed near the core to reduce the core loss, and both A and B, none of them. നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റുന്നത് ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരിക്കലും കോർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയല്ല നിയറിലോട്ട് വെക്കുന്നത്. സോ ആൻസർ വിൽ ബി ബി. റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബി ആണ്. For a two-winding transformer, the auto transformer having same input output and voltage ratio K, the ratio of weight of the conductor in two-winding transformer to weight of conductor in auto transformer is നമുക്ക് 1 - K എന്ന് നമുക്ക് പറയാൻ സാധിക്കും. A ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ,
The necessary condition for parallel operation of transformer are necessary condition എന്ന് പറയുന്നത് നമുക്ക് രണ്ടും പറയാം. ബോത്ത് എ ആൻഡ് ബി സെയിം പൊളാരിറ്റി ആയിരിക്കണം. X/K റേഷ്യോ, റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ് റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ബോത്ത് എ ആൻഡ് ബി, സി ആണ് ആൻസർ വരുന്നത്. The on-load tap changing circuit of transformer is provided with an impedance to minimize the harmonic, to impedance matching, to limit the short circuit current during tap changing, maintain the same X/R ratio. C ആണ് ആൻസർ വരുന്നത് സി ആണ്. ടു ലിമിറ്റ് ദ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഡ്യൂറിങ് ടാപ്പ് ചേഞ്ചിങ്. ടാപ്പ് ചേഞ്ചിങ്ങിന്റെ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. And 87, which of the following statement is or are true about the instrument transformers? The burden of a instrument transformer refers to the load connected across the secondary winding. Correct ആണ്. The current transformer operates on a short circuit condition as the load impedance on the secondary is very small. That's also fine. Potential transformer behaves as an ordinary step down transformer, down two winding transformer, operating at short circuit condition. ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മൂന്നും പറയാമല്ലേ? മൂന്നും നമുക്ക് ഒരുവിധം ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓൾ ദ അബോവ് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ 87ന്റെ ആൻസർ വരുന്നത് ഡി ആണ്. നമുക്ക് പറയാൻ പറ്റുന്നത് ഡി. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ഫോർ എ ഐഡിയൽ ട്രാൻസ്ഫോമർ ദ വാല്യൂ ഓഫ് പെർമിബിലിറ്റി ആൻഡ് റിലക്റ്റൻസ് റെസ്പെക്റ്റീവ്ലി എന്തായിരിക്കും? ഇൻഫിനിറ്റി ആൻഡ് സീറോ. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ എ ആണ് ആൻസർ പറയാൻ പറ്റുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദ ലീക്കേജ് ഫ്ലക്സ് ഇൻ ട്രാൻസ്ഫോമർ? ലീക്കേജ് ഫ്ലക്സ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഏതാ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബൈ സാൻഡ്വിച്ച് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സാൻഡ്വിച്ച് അല്ലേ, പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് ചെയ്താണ് വൈൻഡ് ചെയ്ത് വെക്കുന്നത്. സോ ആൻസർ സി. If a 220 volt DC supply is given to a 220 volt 440 volt 50 hertz transformer, then transformer will എന്തായിരിക്കും വരിക? സ്വാഭാവികമാണ്, ഡി സി കൊടുത്തോ നമുക്ക് നമ്മുടെ ബേണിങ് സാച്ചുറേറ്റഡ് ആയത് ഹീറ്റപ്പ് ആയിട്ട് കത്തിപ്പോവും. സോ ഡി ആയി ദ ആൻസർ. ബേൺ ഇറ്റ്സ് വൈൻഡിങ്. സോ 90. Okay. And the 91, in MI instruments, the necessary magnetic field is produced by ampere turns of current carrying coil. This statement is applicable in MI instrument, the necessary magnetic field is produced by ampere turns of current carrying coil. The statement is applicable in options വന്നിരിക്കുന്ന attraction and induction type instrument, repulsion and vibrating type instrument, attraction and repulsion type instrument, dynamo type instrument. നമുക്ക് തോന്നുന്നു 3 ആണ് വരിക. സോ only D ആണ് ആൻസർ വരുന്നത്. only 3 ആണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ will be D. So 91 will be D. And 92, substation is the assembly of apparatus used to change some electrical characteristics such as voltage, AC to DC, frequency, active power. Option നമുക്ക് പറയാൻ സാധിക്കുന്നത് 92, 1, 2 and 3. വോൾട്ടേജ്, AC to DC and frequency. C ആണ് നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 92 C. And 93, in moving coil instruments, deflecting torque TD is equal to force into displacement, force into perpendicular distance, NBI into area, none of the above. So നമുക്ക് പറയാം NBI into area. Okay, C ആണ് നമുക്ക് പറയുന്നത്. only 3, that means NBI into area. only Z ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരിക. The scale of dynamometer type wattmeter scales are more or less uniform because എന്തായിരിക്കും? Deflection is proportional to torque. Deflection is inversely proportional to active power. Deflection is proportional to product of true power and instantaneous voltage. Deflection is proportional to average power. So 94 ആൻസർ വരിക 4 മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. Deflection is proportional to the average power. A. In underground cable system, the properties of insulating material includes high dielectric strength, high mechanical strength, low specific resistance, and non-inflammable. And the option will be high dielectric strength ആയിരിക്കണം, high mechanical strength ആയിരിക്കണം, non-inflammable ആയിരിക്കണം. So option will be A. ആണ് ഓപ്ഷൻ വരുന്നത്.
In single phase Watt-Hour meter, the ring placed over the center limb of shunt magnet is used for compensating phase error because the flux due to shunt magnet does not lag behind the voltage by 90 degree. Exactly, flux due to series magnet കാര്യമില്ല, flux due to shunt magnet and series magnet ഇല്ല, ഷണ്ടിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. The flux due to shunt magnet does not lead behind. സോ നമുക്ക് ഓപ്ഷൻസ് പറയാൻ പറ്റുന്ന എ ആണ് നമുക്ക് ഓപ്ഷൻ പറയാൻ പറ്റുന്നത്. ഫ്ലക്സ് ഡ്യൂ ടു ഷണ്ട് മാഗ്നറ്റ് ഡസ് നോട്ട് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എക്സാക്ട്ലി. അപ്പോൾ സോ ആൻസർ വരിക എ ആണ് നമുക്ക് ആൻസർ വരിക. ഓൺലി 1 ആണ് ആൻസർ വരുന്നത്. In short transmission line, the effect of line capacitance is neglecting in calculations because in the area such lines are smaller lines transmitting the power at relatively low voltage. Such lines have a smaller length and transmitting the power at relatively low voltage. Such lines have less reactance. So option will be A ആണ് വരുന്നത്. Only one such lines are smaller in length. So അതുകൊണ്ടാണ് നെഗ്ലക്ട് ചെയ്യുന്നത് ഓപ്ഷൻ A. And load curve on a power station is defined as load curve എന്താ ബേസിക്കലി വേരിയേഷൻ ഓഫ് ലോഡ് curve with respect to maximum load ആണ് അല്ലേ. സോ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓൺലി 1 ആണ് വരുന്നത്. വേരിയേഷൻ ഓഫ് curve with respect to maximum load. And next one, in the design of electrical transmission line meets economic choice of transmission voltage, economic choice of transmission power, economic choice of supporting structures, economic choice of conductor size. Option answer വരുന്നത് 1 and 4, economic choice of transmission voltage and economic choice of conductor size. ഇത് രണ്ടുമാണ്. ബി ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരിക 1 and 4. And the last question is, in underground system, the insulation resistance of single core cable is directly proportional to length, inversely proportional to length, directly proportional to area, and inversely proportional to the area. എന്തായിരിക്കും വരിക? Inversely proportional to length and inversely proportional to area, and the option will be D. And option എന്ന് പറയുന്നത് D ആണ്. Inversely proportional to the length and area ആണ് ഓപ്ഷൻസ് വരുന്നത്. സോ നമുക്ക് 100 ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ട്. ഐ മീൻ ആൻസേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കാം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്യാം. കാരണം പെട്ടെന്ന് നോക്കിയപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ജസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അറിയിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാത്ത എക്സാം ആണെന്നും തോന്നുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കുറച്ചൊരു ടഫ് എന്ന നിലയിലോട്ട് പോയേക്കുന്നത് തോന്നുന്നു. അത്യാവശ്യം നല്ല എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തോന്നിയത്. അപ്പം നോക്കുക, ആൻസേഴ്സ് നോക്കുക. കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. ദെൻ കറക്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ജസ്റ്റ് മാർക്ക് കൂട്ടി നോക്കുക. ഓക്കെ, താങ്ക് യു.